യഥാർത്ഥ വിദ്യ ലഭിക്കാത്ത വിഡ്ഢികളായ മനുഷ്യരുടെ അജ്ഞത കാരണം അത്യാഗ്രഹം വ്യാപിക്കും. പണ്ഡിത വേഷധാരിയും പണ്ഡിതന് ഭൗതിക പരിത്യാഗിയായിരിക്കും. എന്തുകൊണ്ട്? ദുന്യാവിൻ്റെ വിലയൊക്കെ അറിയും. അതുകൊണ്ട് അത് വലിച്ചുകൂട്ടാൻ അയാൾ നോക്കൂല. പണ്ഡിത വേഷധാരിയോ വലിച്ചു കൂട്ടാനെ നോക്കുക. കാരണം അയാൾക്ക് വിദ്യ കിട്ടിയിട്ടില്ല, യഥാർത്ഥ വിജ്ഞാനം കിട്ടിയിട്ടില്ല. ആദ്യം ഇതിൻ്റെ ഉള്ളിൽ മറ്റത് വേണം. എന്ത് മതം? എന്താ മതം? ഭൗതിക പരിത്യാഗം. ലോഭ ക്രോധ പരാമൂഢാഹ കാമസക്താശ്ച മാനവാഹ. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ, അത്യാഗ്രഹികളായ ജനങ്ങൾ കാമത്തിൽ ബന്ധിതരായിരിക്കും. കാമം മാത്രമായിരിക്കും അവരുടെ ചിന്ത. പണം ഉണ്ടാക്കുക, ലൈംഗിക വൃത്തി. വഖിബിലത്തുഹും നിസാഉഹും എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ യോജിപ്പ് നോക്ക്. ആ കാലഘട്ടത്തിൽ ഒരാളുടെ മഹത്വം അയാളെ കയ്യിലുള്ള വസ്തുക്കളുടെ അളവനുസരിച്ചിരിക്കും. അയാളെ മുറ്റത്ത് 4 കാറുണ്ട്, അയാളെ വീടിന് വലിയ വലുപ്പുണ്ട്. ഒരാളുടെ മഹത്വം അന്ത്യകാലം എടുക്കുമ്പോൾ ഒരാളുടെ മഹത്വം അയാളെ കയ്യിലുള്ള സാധനങ്ങളായിരിക്കും. അവരെ ഖിബില പെണ്ണുമായിരിക്കും. ലോകാവസാനം വരുമ്പോൾ മഹ്ദിമാമ വരുന്നതിന് തൊട്ട് മുമ്പ്, ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ഭാഗം കൽക്കിയ. ആരാ കൽക്കി? ഇമാം മഹ്ദി. യോജിക്കുക. മഹാഭാരതം ഈ കാണ്ഡം അവസാനിക്കുന്നത് കൽക്കിയിലാണ്. ഇതേ കൽക്കിയെ കൊണ്ടുവരിക ആര്? വിഷ്ണുദാസനാ. ആരാ വിഷ്ണുദാസൻ? വിഷ്ണു ഏകദൈവ. ദാസൻ ആരാ? മഹദിയുടെ പിതാവ്. മഹദിയുടെ പിതാവ് വിഷ്ണുദാസനാ. വിഷ്ണുദാസൻ അബ്ദുള്ളയാണ്. വേറൊരു പഠനമാണ്, പിന്നീട് പറയാം. ആ മഹദി വരാൻ അടുത്തു പോയാലുള്ള കാലഘട്ടത്തിന്റെ രീതിയാ പറഞ്ഞത്. എൻ്റെ പുണ്യ റസൂൽ പറയാ, ഖിബിലത്തുഹും നിസാഉഹും, അവരുടെ ഖിബില എന്ന് പറഞ്ഞാൽ പെണ്ണായിരിക്കും. അതെന്നെ ഇവിടെ പറഞ്ഞത്. എൻ്റെ ലോഭക്രോധ പരാമൂഢാഹ കമാസക്താശ്ച മാനവാഹ. ആ കാലഘട്ടത്തിലെ മനുഷ്യർ അത്യാഗ്രഹികളുമായിരിക്കും, സ്വന്തം കാമത്തിൽ ബന്ധിതരായിരിക്കും. പെണ്ണ്, പണം, ഇതല്ലാത്തൊരു ചിന്ത അക്കാലത്തെ മനുഷ്യർക്ക് ഉണ്ടാവില്ല. കഴിഞ്ഞില്ല. 18-ാം ശ്ലോകം. വൈരബദ്ധ ഭവിഷ്യന്തി പരസ്പര വദേപ്സവ ബ്രാഹ്മണാഹ ക്ഷത്രിയാ വൈശാഹ സംഗീരന്തഃ പരസ്പരം. അവർ പരസ്പരം ശത്രുതയിൽ ബന്ധിക്കപ്പെടും. അത് കാരണമായി അവർ പരസ്പരം വധിക്കും. വൈരബദ്ധ ഭവിഷ്യന്തി പരസ്പര വദേപ്സവ. അക്കാലത്തെ മനുഷ്യർ പരസ്പരം കൊല്ലുന്ന താല്പര്യം മാത്രമായിരിക്കും. അവസാന കാലഘട്ടത്തിലെ കുറിച്ച് പുണ്യ റസൂൽ പറഞ്ഞു, കൊല അധികരിക്കുക. എന്തിനാണ് ഞാൻ കൊല്ലുന്നതെന്ന് കൊല്ലുന്നവൻ അറിയൂല. കൊലയായിരിക്കും എവിടെയും. അക്കാലത്ത് മനുഷ്യർ മുഴുവനും ആയുധമേന്തി നടക്കും. മനുഷ്യനെ കൊല്ലണം. ഇന്ന് ചർച്ച തന്നെ അതല്ലേ. കൊല്ലാന്നല്ലാത്ത എന്ത് ചർച്ച? മതം പോലും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ മറ്റൊരാളെ കൊല്ലാൻ കഴിയുന്നു. മതത്തിൽ പോലും അതപ്പോൾ ചർച്ച. അതാണ് അവസാന കാലഘട്ടം. ഇനിയിപ്പോൾ എന്ത് കാട്ടായിരിക്കുന്നത്? ബ്രാഹ്മണാഹ ക്ഷത്രിയാ വൈശ്യാഹ സംഗീരന്തഃ പരസ്പരം. 3 വിഭാഗങ്ങളും ഭിന്നിക്കും. പണ്ഡിതന്മാരും ഭരണാധികാരികളും കച്ചവടക്കാരും. ബ്രാഹ്മണൻ പണ്ഡിതൻ, ക്ഷത്രിയൻ ഭരണാധികാരി, വൈശ്യൻ കച്ചവടക്കാരൻ. ഇവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യമായിരിക്കും. ഈ 3 വിഭാഗവും യോജിച്ച് നിന്നാൽ മാത്രമേ ഒരു സൊസൈറ്റി ഏകമാനകത്തിൽ പോകുള്ളൂ, ഒരേ അവസ്ഥയിൽ പോകുള്ളൂ. പണ്ഡിതൻ ഒരവസ്ഥയിൽ പോകും, ഭരണാധികാരി വേറെ അവസ്ഥയിലായിരിക്കും. ഇതാണ് 3 വിഭാഗം പ്രധാനമായും. ആ വിഭാഗങ്ങളെല്ലാം പരസ്പരം ശത്രുക്കളായി മാറും. ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കൊക്കെ ഇന്ന് ആലോചിച്ചാൽ അറിയുന്ന കാര്യങ്ങളാണ്. ശുദ്രതുല ഭവിഷ്യന്തി തപഃ. 19-ാം ശ്ലോകം. സത്യവിവർജിതാഹ. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും തപസ്സും ധർമ്മവും മതവും എല്ലാം ഉപേക്ഷിക്കും. കൃത്യമാണ് ഞാൻ പറയുന്നത്. ഹൈന്ദവ സഹോദരങ്ങൾ യഥാർത്ഥത്തിൽ സ്വന്തം മതഗ്രന്ഥം ഒന്ന് എടുത്തു നോക്കണം. ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും വൈശ്യന്മാരുമെല്ലാം ലോകാവസാനമാകുമ്പോൾ സ്വന്തം ധർമ്മം ഉപേക്ഷിക്കും, ആരാധന ഉപേക്ഷിക്കും, നേർച്ചകൾ ഉപേക്ഷിക്കും, തപസ് ഉപേക്ഷിക്കും. അതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. സത്യം തന്നെയാണ്. ബ്രാഹ്മണരെ പറ്റി പറയുകയേ വേണ്ട. ബ്രാഹ്മണർ എന്നൊരു വിഭാഗമുണ്ട്. പക്ഷേ ആ ബ്രാഹ്മണരെ ഇന്ന് നമ്മൾ ബ്രാഹ്മണരായി കാണുന്നില്ല. ആ ബ്രാഹ്മണർക്ക് ഇന്ന് താല്പര്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടലാണ്. ഏകദേശം ബ്രാഹ്മണ കുടുംബങ്ങളെല്ലാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയിട്ട് അമേരിക്കയിലും കാനഡയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും സെറ്റിൽമെൻ്റ് ആയി കഴിഞ്ഞു. അങ്ങനെയാണ്. അവരെ മുൻഗാമികളാരാ? വലിയ വലിയ പണ്ഡിതന്മാർ, വലിയ വലിയ പണ്ഡിതന്മാർ. ഒരു കാലത്ത് മതധർമ്മങ്ങൾ അറിയാത്ത ജനവിഭാഗമാണ് ശൂദ്രർ. അവർക്ക് തുല്യരാവും ആര്? ബ്രാഹ്മണരും ക്ഷത്രിയരുമെല്ലാം. ശൂദ്രരോ ഞാൻ പിന്നീട് പറയാം. ബ്രാഹ്മണർ ആ പണിയൊക്കെ ഒഴിവാക്കും.
അവർ വേദം പഠിക്കുന്നത് ഒഴിവാക്കും, അതെല്ലാം അവർ വർജിക്കും. അന്യോന്യം പരിമുഷ്ണന്തോ ഹിംസയ യന്തശ്ച മാനവാഹ അജപാ നാസ്തികാഹ സ്തേനാ ഭവിഷ്യന്തി യുഗച്ഛതേ. വളരെ ചിന്തിക്കേണ്ട ഒരു ശ്ലോകാണിത്. എന്താ പറയുന്നത്? അന്യോന്യം പരിമുഷ്ണന്തോ, ഓരോരുത്തരും പരസ്പരം ഒരു വേഷമോ ഇല്ലാതെ വേദനിപ്പിക്കും. ഒരാളെ വേദനിപ്പിക്കുന്നതിന് ഒരാൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല, ഒരു ധർമ്മബോധം ഉണ്ടാവില്ല. ഒരാൾ വേദനിച്ചാൽ വേറൊരാൾക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ല. മനുഷ്യർ പരസ്പരം വേദനിപ്പിക്കും എല്ലാവരും. അജപാ നാസ്തികാഹ സ്തേനാ ഭവിഷ്യന്തി യുഗച്ഛയേ. അജപാ നാസ്തികാഹ, ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ നാസ്തികാഹ, നിരീശ്വരവാദിയാവും. ലോകാവസാനം വന്നാല് സ്തേന, കള്ളനായിട്ട് അമ്മാടെ വയറ്റിന്ന് ഇറങ്ങി വരിക. എനിക്ക് ഈ ശ്ലോകം വായിച്ചപ്പോൾ ഇങ്ങനെ തോന്നി, എല്ലാ വേദത്തിലുള്ളതാണ്. ഗർഭകാലത്ത് എന്ത് അമ്മമാര് ഉമ്മമാര് നല്ലത് വായിക്കണം. ഹിന്ദുക്കളാണെങ്കിൽ പഴയ കാലത്ത് രാമായണം വായിക്കും, ക്രിസ്ത്യാനികളാണെങ്കിൽ അവർ ബൈബിൾ വായിക്കും, മുസ്ലിങ്ങളാണെങ്കിൽ ഖുർആനോടും അല്ലെങ്കിൽ പഴയകാല നല്ല നല്ല മാലകൾ മൗലിദുകൾ ഇതൊക്കെ വായിക്കും. ഈ കുട്ടിക്ക് 4 മാസം കഴിഞ്ഞാൽ കുട്ടിയുടെ അവസ്ഥരാന്തരം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വല്ലാത്ത ചില കാര്യങ്ങളെ സ്വീകരിക്കാൻ കഴിയും. അതായത് ഗർഭത്തിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു സാഹചര്യം കുട്ടിക്കുണ്ടാവും. അപ്പോൾ നല്ലത് കേൾക്കണം കുട്ടി. അതിന് അമ്മ നിരീശ്വരവാദിയാണ്, അമ്മ വായിക്കുന്നത് എല്ലാ പുസ്തകങ്ങളും നിരീശ്വരവാദി പുസ്തകമാണ്. അപ്പോൾ പിന്നെ ജനിക്കുന്നതിന് മുന്നേ കുട്ടി സ്വാഭാവികമായും എന്താവുമല്ലോ, അജപാ നാസ്തികാഹ, ജനിക്കുന്നതിന് മുമ്പേ കുട്ടികൾ നിരീശ്വരവാദിയോ. സ്തേന, കള്ളനോ. കള്ളൻ എന്ന വാക്ക് വേറൊരാളെ സമ്പത്ത് എങ്ങനെ അപഹരിക്കാം എന്നാവും സ്വകാര്യതയിൽ അച്ഛനും അമ്മയും ചർച്ച ചെയ്യുക. ഇത് വയറ്റിലുള്ള കുട്ടികൾക്കല്ലോ. എത്ര അർത്ഥവത്താണ് പറഞ്ഞത്. അപ്പൊ ജനിക്കുന്ന കുട്ടികൾ തന്നെ നിരീശ്വരവാദിയായി. പിന്നെ വളച്ച വളയൂല, പിന്നെ നന്നാവൂല, പിന്നെ നേരാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അമ്മയുടെ ദോഷം. ഇതിൻ്റെയൊക്കെ സാഹചര്യം ഇന്ന് ലോകത്തുണ്ട്. നവ്രതാനി ചരിഷ്യന്തി ബ്രാഹ്മണാ വേദനിന്ദകാഹ നയച്ഛന്തി നഹോഷ്യന്തി വേദുവാദ വിലോപിതാഹ. വേദങ്ങളെ നിന്ദിക്കുന്ന ബ്രാഹ്മണർ വ്രതങ്ങളോ ആചാരങ്ങളോ ആചരിക്കുകയില്ല. അതായത് ഒരു കാലത്ത് വലിയ വലിയ പണ്ഡിതന്മാരുള്ള തറവാട്, ആ തറവാട്ടിൽ പിന്നീട് ഒരു വേദോച്ചാരണമോ ഒരു വേദനിഷ്ഠയോ ധർമ്മനിഷ്ഠയോ ആചാരനിഷ്ഠയോ ഒന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഉൾപ്പെടും. ഇതന്നെ പറഞ്ഞതിൻ്റെ അർത്ഥം. ലോകം മുഴുവനും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വ്യാപിക്കും എന്നും വേദങ്ങളിലുണ്ട്, ഹദീസുകളിലുണ്ട്. പിന്നെ വേറെ പറയണം, കുറച്ച് പണിയുണ്ട്. നവ്രതാനി ചരിഷ്യന്തി ബ്രാഹ്മണ വേദനിന്ദകാഹ നയച്ഛന്തി നഹോഷ്യന്തി ഹേതുവാദ വിലോപിതാഹ. വലിയ വാക്കാ ആ പറഞ്ഞത്. എന്ത്? വലിയ വലിയ തറവാട്ടുകാരുടെ മക്കൾ, പേരമക്കൾ. ഹേതുവാദ വിലോപിതാഹ, യുക്തിവാദികൾക്ക് വഴിപ്പെട്ട് നയച്ഛന്തി നഹോഷ്യന്തി, ആരാധനയും ചെയ്യില്ല, നേർച്ചകളും ഉണ്ടാവില്ല. ഇത് 26-ാം ശ്ലോകം. 26-ാം ശ്ലോകത്തിലെ 2 വരിയ. നവ്രതാനി ചരിഷ്യന്തി ബ്രാഹ്മണ വേദനിന്ദക. ബ്രാഹ്മണന്മാർ അവരുടെ പിന്തലമുറകൾ വേദത്തെ നിന്ദിക്കും. നയച്ഛന്തി നഹോഷ്യന്തി, അവർക്ക് ആചാരവുമില്ല ആരാധനകളുമില്ല. എന്താ കാരണം? ഹേതുവാദ വിലോഭിതാഹ, അവര് ഹേതുവാദത്തിന് വഴിപ്പെടും. എന്താ ഹേതുവാദം? യുക്തിവാദം. അവിടെ ആചാരമുണ്ടോ? ഇല്ല. കാരണം ഇപ്പം പേരമക്കളൊക്കെ ആരാ? നിരീശ്വരവാദികള്, യുക്തിവാദികള്. ഇത്ര കൃത്യമാണ്.